വിദേശത്തേക്കുള്ള സാധ്യതകൾ കുറഞ്ഞിട്ടൊന്നുമില്ല. രീതികൾ മാറിയിട്ടുണ്ട്. കഴിവുള്ള കുട്ടികളാണെങ്കിൽ, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഇപ്പോഴും ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, നല്ല ജോലികൾ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് അക്കൗണ്ടിങ് മേഖലയിലൊക്കെ ഒരുപാട് സാധ്യതകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ട്. അദ്ദേഹം ഏകദേശം 25 വർഷത്തോളം വിദേശത്ത് ഫിനാൻസ് മേഖലയിൽ എക്സ്പീരിയൻസ് നേടുകയും പിന്നീട് അദ്ദേഹം എൻ്റെ അടുത്ത് വരികയും അദ്ദേഹം ഒക്കോം എന്നുള്ളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യും. ആ ബ്രാൻഡിൻ്റെ അണ്ടറിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം 200-ലധികം വിദ്യാർത്ഥികളെ വിദേശത്ത് ജോലിക്ക് പ്രാപ്തമാക്കിയിട്ട് അവരെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹൈ പെയ്ഡ് സാലറി വാങ്ങുന്നുണ്ടെന്നാണ്. ഏറ്റവും ചുരുങ്ങിയ 5000 റിയാൽ സാലറി അവർ കരസ്ഥമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന്. അപ്പം സാധ്യതകളുണ്ട് ഒരുപാട്. പ്രത്യേകിച്ച് ഫിനാൻസ് മേഖലയിലൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. ഏത് ടെക്നോളജി വന്നാലും ഈ ഒരു മേഖലയിലുള്ള ആളുകളുടെ സാധ്യതകൾ കൂടി വരിക എന്നുള്ളതാണ് അദ്ദേഹത്തിനോടുള്ള സംസാരത്തിൽ എനിക്ക് മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു അത്തരത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകളെ അദ്ദേഹമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു കൃത്യമായ സൊല്യൂഷൻ. കാരണം ഫസ്റ്റ് ടൈമിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇൻ്റർവ്യൂവിൽ ജോലി കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ 5000-6000 ദിർഹംസ് ഒക്കെ സ്വന്തമാക്കാൻ ഇവരെ പ്രാപ്തമാക്കുന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിനെ സത്യം പറഞ്ഞാൽ ഞാൻ പല ആളുകൾക്കും റെഫർ ചെയ്യാറുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്.